മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ജീവിതത്തിൽ നന്മയുള്ളതിലെല്ലാം കുറച്ച് തിന്മയുമുണ്ട്, തിന്മയുള്ളതിലെല്ലാം കുറച്ച് നന്മയുമുണ്ടാവും. നന്മയുള്ളത് മാത്രം എന്നുള്ളത് ലോകത്തിലില്ല, തിന്മയുള്ളത് മാത്രം എന്നുള്ളതും ലോകത്തിലില്ല. ചിലതിൽ നന്മയുടെ അളവ് വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് അതിനെ നമ്മൾ നല്ലതെന്ന് പറയും. ചിലത് തിന്മയുടെ അളവ് വളരെ കൂടുതലായിരിക്കും, അപ്പം നമ്മൾ അതിനെ ചീത്ത എന്ന് പറയും. ഇത് മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഈ വരി അന്വർത്ഥമാണ്. മൊബൈൽ ഫോൺ തീവ്രവാദത്തിന് വളരെയധികം ഉപയോഗിക്കുന്നു. ഒത്തിരി ക്രിട്ടിക്കൽ കാര്യങ്ങൾക്ക് നമ്മൾക്ക് മൊബൈൽ ഫോൺ പ്രയോജനപ്പെടുത്താം. സിനിമ നല്ലതിന് ഉപയോഗിക്കാം, സിനിമ ചീത്തയ്ക്ക് ഉപയോഗിക്കാം. യൂട്യൂബ് വളരെയധികം നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കാം, കുറേ അധികം ചീത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ പോലീസിനെ ഭരണകർത്താക്കൾക്ക് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. വിജിലൻസിനെ ഭരണകർത്താക്കൾക്ക് നല്ലതിന് ഉപയോഗിക്കാം, ചീത്തയ്ക്ക് ഉപയോഗിക്കാം. നമ്മളുടെ മക്കളിലുള്ള നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ജീവിക്കാം. നമ്മുടെ മക്കളിലെ തിന്മ വളർത്തി അതും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ തിന്മ നിറഞ്ഞ സ്ട്രോങ് ആയിട്ടെന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതാണ്. ആ തിന്മയും ഉപയോഗിക്കാം, ഉപയോഗിക്കുന്നവരുണ്ട് ഇപ്പോ. അപ്പൊ ജീവിതത്തിൽ നന്മ തിന്മകൾ രണ്ടുമില്ലാത്ത ഒന്നുമില്ല, അളവിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. അങ്ങനെ ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോ മറ്റേത് മീഡിയയെയും കവച്ചു വെക്കുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ധാരാളം നല്ല കാര്യങ്ങൾ അറിയുന്നവര്, നല്ല കാര്യങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ, നല്ല യൂട്യൂബ് മെസ്സേജസ് അത് യൂട്യൂബിലൂടെ എത്തിക്കുന്നുണ്ട്. അതേ യൂട്യൂബ് തിന്മയ്ക്ക് ഉപയോഗിക്കുന്നവരും കുറച്ചു പേരുണ്ട്. പ്യുവർ ഡർട്ടി സെക്സിന് ഉപയോഗിക്കുന്നവരുണ്ട്, മറ്റുള്ളവരെ മലിനപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, അണിയറ മണിയറ രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നവരുണ്ട്, വേണ്ടതും വേണ്ടാത്തതുമെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വിളമ്പാൻ ഉപയോഗിക്കുന്നവരുണ്ട്, ഇല്ലാത്ത മരുന്നുകൾ ശരീരത്തിന് നല്ലതാണെന്നും പറഞ്ഞ് ക്രൂക്കറ്റ് വഴിയിൽ ഉണ്ടാക്കി നിങ്ങൾ തന്നെത്താനെ പരിശോധിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതുണ്ട്. അതേപോലെ ഫേസ്ബുക്ക് പവർഫുള്ളി എഴുതി പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. യൂട്യൂബ് റെക്കോർഡ് ചെയ്ത് പ്രകടിപ്പിക്കണം. ഇത് എഴുതി പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഫേസ്ബുക്കുകൾ. ഇത്രയും കാലം ഒരു വിഭാഗം ജനത തളർന്നിരുന്നവര് അസാധാരണ ശക്തിയോടുകൂടി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, തിന്മ ചെയ്ത വ്യക്തികൾക്കൊന്നും ഈ ഫേസ്ബുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അത്രയും പവർഫുള്ളി സോഷ്യൽ മീഡിയയിൽ ഒന്നായിട്ടുള്ള ഫേസ്ബുക്ക്, ഫേസ് പേജ് വളരെ എനർജറ്റിക് ആയി തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടം. തെറ്റായിട്ടുള്ള വാർത്തകൾ അതിലൂടെ വരുന്നുണ്ട് എന്നുള്ളത് അതിന്റെ നെഗറ്റീവ്. ശരി ഒട്ടുമില്ലാത്തത് പോലും ചിലത് വരുന്നുണ്ട്, ശരി മാത്രമുള്ളത് വരുന്നുണ്ട്. അപ്പൊ ഏത് ശരിയും ഏത് തെറ്റും ഏത് കാര്യവും ഏത് വ്യക്തിയും ഏത് സാധനവും ഏത് പദാർത്ഥവും നന്മയും തിന്മയും നിറഞ്ഞതാണ്. അതിലെ നന്മ ഉപയോഗിക്കാൻ സാധിക്കണം. ശരിക്കും സനാതന ധർമ്മത്തെ, ഹിന്ദു ധർമ്മത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. വളരെ മോശമായ രീതിയിൽ, വളരെ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായ രീതിയിൽ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും പല നല്ല കാര്യങ്ങളെ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഈ നാടിന്റെ പൈതൃകവും ഈ നാടിന്റെ സംസ്കാരവും ഈ നാടിന്റെ നന്മകളും പുറത്തേക്ക് വരരുത് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച ഒത്തിരി വ്യക്തികളുണ്ട്. അവരോടെല്ലാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ആത്മാഭിമാനവും രാഷ്ട്രാഭിമാനവും ആത്മചൈതന്യവുമുള്ള ഒരു ജനത ശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ പ്രതികരണം എവിടെയെല്ലാം എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നുള്ളത് കൂടി
ചിന്താതീതമായിട്ട് മുമ്പോട്ട് പോകുന്നു. ചെറിയ തെറ്റുകൾ പോലും പ്രൊജക്റ്റ് ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ എത്തുന്നു. ചെറിയ നന്മകൾ പോലും പ്രൊജക്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നു. എത്തണം. പക്ഷെ ഒന്ന് മാത്രം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് സാധനവും നന്മയ്ക്കും ഉപയോഗിക്കാം, തിന്മയ്ക്കും ഉപയോഗിക്കാം. ആ നന്മയ്ക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ 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 കൂടണം. വാട്സപ്പിലൂടെ അസാധാരണമാം വിധത്തിൽ നന്മകൾ ഒഴുകുന്നുണ്ട്. അതേപോലെ വാട്സപ്പിലൂടെ ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ മനസ്സാവാച വിചാരിക്കാത്ത കാര്യങ്ങൾ, ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഒറിജിനലായിട്ട് ഞാൻ പറഞ്ഞു എന്ന പേരില് കുറേ സത്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ശുദ്ധ അസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഡയറക്ടർ ഡോക്ടർ ഗോപാലകൃഷ്ണനാണ് ഈ ഉജ്ജ്വലങ്ങളായ സത്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നത് എന്ന് നല്ല പഞ്ചസാരയിൽ പൊതിഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് കടും വിഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. എടുക്കുന്നവർ ഓർമ്മിക്കണം, വിളമ്പുന്നവൻ അറിയണം, ഉണ്ണുന്നവനും അറിയണം. വിളമ്പുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ ഉണ്ണുന്നവൻ അറിയണം. മറിച്ചാണ് സാധാരണ പറയുക. ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണമെന്ന്. ഇത് വാട്സപ്പിലൂടെയൊക്കെ ചിലത് യുക്തിവാദികളുടെയും നിർമുക്ത എന്ന സംഘടനയുടെയും ചില വ്യക്തികളുടെയും ഹൈ ലെവൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗിച്ച് കുറേ സത്യങ്ങൾ വിവരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പച്ചക്കള്ളം അതിശയോക്തി കലർത്തി മൊത്തം ഒരു വ്യക്തിയെ ടാർണിഷ് ചെയ്യാനും വേണമെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ഉറപ്പാണ്, ഏത് മീഡിയയും നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ സമൂഹത്തിൽ അടിമുടി മാറ്റം വരുത്താൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കണം. മറ്റ് രീതിയിൽ ഉപയോഗിക്കുന്നവര്, തിന്മ പറയുന്നവര്, നെഗറ്റീവ് ചെയ്യുന്നവര് അവരും സമൂഹത്തിലുണ്ട്. അവരുണ്ടെങ്കിലേ യഥാർത്ഥത്തിൽ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ, ശരിയും തെറ്റും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ, സത്യവും അസത്യവും തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. വസ്തുതയും തനി കള്ളത്തരവും തിരിച്ചറിയണമെങ്കിൽ തനി കള്ളത്തരം ചെയ്യുന്നവരും വേണം. നല്ലതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിഷം വെച്ചു കൊടുത്ത് ചില സംഘടനകളെയും വ്യക്തിയെയും സ്ഥാപനത്തെയും അപകീർത്തിപ്പെടുത്തുന്നവരുണ്ട്. ആ അപകീർത്തിപ്പെടുത്തുന്നവരെയും പ്രിക്കോഷണറി മെത്തഡോളജിയിലൂടെ മനസ്സിൽ നമ്മളുണ്ട്. പക്ഷെ ഒന്ന് ഉറപ്പ്, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും നിലനിൽപ്പ് അത് ചെയ്യുന്നവരിലൂടെയാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും നിലനിൽപ്പ് വായുവിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയല്ല, അത് ചെയ്യുന്നവരിലൂടെ നിലനിൽക്കുന്നു. അസത്യവും അനീതിയും അധർമ്മവും അന്യായവും അത് ചെയ്യുന്നവരിലൂടെ നിലനിൽക്കുന്നു. പക്ഷേ കാലമെന്നും സത്യം, ധർമ്മം, നീതി, ന്യായത്തോടൊപ്പം ഉണ്ടായിരിക്കാം. അതല്ലായിരുന്നെങ്കിൽ ശക്തനായിട്ടുള്ള കംസനാണ് നിലനിൽക്കേണ്ടത്. 11 വയസ്സുള്ള കൃഷ്ണനായിരുന്നില്ല അന്നത്തെ കാലത്ത്. ഇപ്പൊ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, സർവൈവൽ ഓഫ് ദി നോബ്ലസ്റ്റ്. രാവണനായിരുന്നു നിലനിൽക്കേണ്ടത്, ശ്രീരാമനാകുമായിരുന്നില്ല. രാജ്യഭരണം കയ്യിലുണ്ടായിട്ട് പോലും രാവണൻ പരാജയപ്പെട്ടു. ഏത് തിന്മ ചെയ്യുന്നവരും കുറേ കാലം തിന്മ ചെയ്തുകൊണ്ടിരിക്കും, അന്ത്യത്തിൽ നന്മ പുറത്തു വരാതിരിക്കില്ല. അപ്പൊ ആ നന്മയെ സർവൈവൽ ഓഫ് ദ നോബ്ലസ്റ്റ്, സർവൈവൽ ഓഫ് ദ ഗ്ലോറിയസ്റ്റ്, അത് നിലനിൽക്കുന്നതും സർവൈവ് ചെയ്യുന്നതും നിങ്ങളെ പോലെയുള്ള നന്മ ചെയ്യുന്നവരിലൂടെയാണ്. അതുകൊണ്ട് കുറേ വ്യക്തികൾ, 10,000-കണക്കിന് വ്യക്തികളുണ്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇമെയിലിലൂടെയും ധന്യമായ രീതിയിൽ നമ്മുടെ നാടിൻ്റെ നന്മകൾ പ്രചരിപ്പിക്കുന്നവര്. അവർ ശ്രദ്ധിക്കണം, എടുക്കുന്നതും കൊടുക്കുന്നതും നല്ലത് തന്നെയാണല്ലോ എന്ന്. നല്ലതാണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള മെത്തേഡ് മനസ്സിന് ശാശ്വതമായ നന്മ വരുത്തുമോ, ശരീരത്തിന് ശാശ്വതമായ ആരോഗ്യം വരുത്തുമോ, കുടുംബ ബന്ധത്തെ ശാശ്വതമായിട്ട് ദൃഢമാക്കാൻ സാധിക്കുമോ
സാംസ്കാരിക മൂല്യവർദ്ധനയ്ക്ക് അത് പ്രയോജനപ്പെടുമോ? സമൂഹത്തിന്റെ ഐക്യത്തിന് അത് പ്രയോജനപ്പെടുമോ? രാഷ്ട്രത്തിന്റെ ഉദ്ഗ്രഥനത്തിന് അത് പ്രയോജനപ്പെടുമോ? 6 കാര്യങ്ങൾ: മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ. ഈ 6 എണ്ണത്തിന് സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന ഏതും പഠിച്ച്, പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കണം. പഠിപ്പിച്ച്, പ്രചരിപ്പിച്ച്, പ്രവർത്തിച്ച് പ്രതികരിക്കാൻ സാധിക്കണം. അല്ലാത്തതിനെ ശ്രദ്ധയോടുകൂടിയ ഈ ലോകത്തില് ഇടിവെട്ടും മിന്നലും അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനും ധാരാളം ചെടികൾക്ക് നൈട്രോജീനസ് ഫുഡ് കൊടുക്കാനും പ്രയോജനപ്പെടും. പക്ഷെ ആ ഇടിവെട്ടും മിന്നലും തന്നെ ചിലരുടെ മരണത്തിനും ചില വളരെയധികം വലിയ തീപിടുത്തത്തിനും കാരണമാവും. അപ്പൊ പ്രകൃതിയുടെ പ്രതിഭാസം പോലും നന്മയും തിന്മയും നിറഞ്ഞതാണ്. അപ്പൊ വ്യക്തികളെ എഴുതുന്നതും പറയുന്നതിലും നന്മകളും തിന്മകളും ഉണ്ടാവും. പ്രവർത്തിക്കുന്നതിലും ചിന്തിക്കുന്നതിലും വീക്ഷിക്കുന്നതിലും നന്മകളും തിന്മകളും ഉണ്ടാവും. നമ്മുടെ ദൗത്യം രാഷ്ട്രായ സ്വാഹ രാഷ്ട്രായ ഇദം മമ. രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരും, ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അതിനെ തെറ്റായിട്ട് മുദ്ര കുത്തിയെന്ന് വരും, അല്ലെങ്കിൽ ശരിയായിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്തില്ല എന്ന് വരും. പലർക്കും ടെമ്പററി ആയിട്ടുള്ള പല ഉദ്ദേശങ്ങളുണ്ട്, വോട്ട് ബാങ്ക് പോലെ. അതൊന്നും നമ്മളെ സ്വാധീനിക്കാതെ ധന്യമായിട്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് വാട്സപ്പും സോഷ്യൽ മീഡിയയും അതിന് വരുന്ന തിന്മകളെ പ്രിക്കോഷണറി മെഷറിലൂടെ കൈകാര്യം ചെയ്തിട്ട് നന്മകൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഉള്ളത് പ്രചരിപ്പിക്കാനും സാധിക്കണം. വീണ്ടും അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മനസ്സാ വാച ചിന്തിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ, അതിൽ കുറേ വസ്തുതകൾ ശാസ്ത്രീയമായിട്ട് എഴുതി ചേർത്ത് വായിക്കുന്നവന് അഭിമാനമുണ്ടാകുന്ന രീതിയിൽ പറയാം. എന്നിട്ട് അതിനിടയ്ക്കിടയ്ക്കൊക്കെ വിഷം ചേർക്കാം. എന്നിട്ട് ഇത് മാധ്യമങ്ങളെല്ലാം തമസ്കരിച്ചു. നോബൽ സമ്മാനത്തിന് യോഗ്യതയുള്ള ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനാണ് ഇത് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് എന്ന് പറഞ്ഞ് ഒരു അഭിമാനം പെട്ടെന്ന് തോന്നലും പിന്നെ ഇത് അവഹേളിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പല വസ്തുതകളും തെറ്റായിട്ടും ശരിയായിട്ടും പറഞ്ഞിട്ട് അവസാനം അത് ഒരു പക്ഷേ ഗോപാലകൃഷ്ണന്റെ തലയിൽ വെച്ചാൽ ഗോപാലകൃഷ്ണൻ പറയുന്നത് ജനങ്ങൾ സ്വീകരിക്കുന്നത് തടസ്സപ്പെടുത്താൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മളുടെ യൂട്യൂബ് ഒബ്സർവേഴ്സിന്റെ വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുന്നത്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഏതാണ്ട് 1,00,000 പേര് 4 ആഴ്ചയിൽ കാണുന്നത് ഇപ്പൊ 2,25,000 പേര് 4 ആഴ്ചയിൽ കാണുന്നുണ്ട്. പിന്നെ അതിന്റെ മുഴുവനും ഓഡിയോ ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻ ജിയും ഷിജുവും ഒത്തിരി പേരുണ്ട്. കോട്ടയം, കൊല്ലം സ്ഥലത്ത് എല്ലാവരും പഴയതും പുതിയതും എടുത്ത് ഓഡിയോ ആക്കിയിട്ടും വീഡിയോ ആക്കിയിട്ടും കട്ട് ചെയ്തും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അത് അസാധാരണമായിട്ട് വരുമ്പോൾ ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ബ്ലോക്ക് ചെയ്യാൻ കുറേ തെറ്റുകൾ ഇന്ന വ്യക്തി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം, ധർമ്മം, നീതി, ന്യായത്തിലൂടെ പോകണം. പ്രണാമം, നമസ്കാരം.